അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ ഭവനരഹിതരെയും, വീടില്ലാത്തവരെ, വീട് വെക്കാൻ പറ്റാത്തവരെ, സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, സ്ഥലം തർക്കത്തിലും കേസിലും കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിലെ എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു മാറട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കലഹങ്ങള്, ഭിന്നതകള്, വഴക്കുകള്, വൈരാഗ്യങ്ങള്, പരസ്പരമുള്ള സ്പർദ്ധകള്, ഇതുമൂലം ഹൃദയം ഭാരപ്പെട്ടിട്ട് പ്രാർത്ഥനയില്ലാത്തവര്, ഇങ്ങനെ വല്ലാതെ ഇപ്പോൾ വിവാഹ തകർച്ചയുള്ളവരുണ്ട്, വിവാഹ കേസിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതികട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവ് വിവാഹ തകർച്ചയുള്ളവരെ, പരസ്പരം ഭിന്നതകളുള്ളവർ, കർത്താവ് വഴക്കിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു കർത്താവ്, അവരെ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ, അങ്ങനെ വിശുദ്ധ മരത്തിൽ കിടന്ന് ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ഉന്നതമായ ആഹ്വാനത്തിൽ കർത്താവ് സമാധാനം കിടക്കുന്ന ഓരോ ഭവനങ്ങളും എൻ്റെ കർത്താവ് നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. നിന്റെ സമാധാനം മക്കളെ അനുഭവേദ്യമാക്കാൻ ഇടിയാക്കണമേ. അമ്മേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കണമെന്ന് പറയുന്ന നമ്മൾ വാർത്തകളിൽ വായിക്കുന്നതാണ്. അവിടെ വേണ്ടത്ര ആൾക്കാരില്ലാത്തത് കൊണ്ട് വിമാനം എത്തിക്കാൻ പറ്റണില്ല, ഭയങ്കരമായ ഭീമമായ ചിലവത്തോടെ അവരെ കൊണ്ടുവരാൻ പറ്റണില്ല. ഒരാളായാലും 9 ആളായാലും അനുഭവിക്കുന്ന വേദനകൾക്ക് വ്യത്യസ്തതയൊന്നുമില്ല. അതായത് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം മനുഷ്യന് ഇവിടെ അസാധ്യമാണ്. അപ്പോൾ തന്നെ മക്കൾ എന്താ വിചാരിക്കണത്? മനുഷ്യന് അസാധ്യമാണെന്ന് പറയുമ്പോൾ വിശ്വാസി അടുത്ത വചനം പറയണം. എന്താണ്? ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത് പറയണം. നീ എന്തെങ്കിലും തരത്തിൽ അസാധ്യം. ഇപ്പം തന്നെ അവിടെ ഇപ്പോൾ ഇറാഖിൽ ആൾക്കാർ കുടുങ്ങി കിടക്കണം. അവിടെ കാര്യങ്ങൾ തിരക്കാൻ ആരും ഇല്ലെന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങോട്ടേക്കാൻ വിമാനമില്ലെന്ന് പറയുന്നു. വിമാനത്തിൻ്റെ എണ്ണം കുറക്കാൻ പോകുന്നതൊക്കെ കേൾക്കുന്നു. വാർത്തകളാണ്, ശരിയാണെന്ന് നിർബന്ധമില്ല. പക്ഷേ എങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകളിൽ ആൾ കുറവുള്ളത്, കൂടുതൽ ആൾക്കാരുള്ളിടത്ത് മാത്രമേ കെയർ കിട്ടുന്നുള്ളൂ. കുറഞ്ഞ മലയാളികളുള്ള സ്ഥലത്ത് കെയർ കിട്ടണില്ല. അത് സത്യമായ അവസ്ഥയാണ്. ആൾ കുറയും തോറും അറിയാമല്ലോ, ആൾ കുറയും തോറും ശ്രദ്ധയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരാരും നോക്കും? അതാണ് പ്രശ്നം. ജനാധിപത്യ വിഷയത്തിലായാലും എപ്പോഴും വരണത് എന്തുമാത്രം ആൾക്കാരുണ്ട് അത്രയും ശ്രദ്ധിക്കാൻ പറ്റും. മറ്റുള്ളവർ ആൾ കുറയും തോറും അവരെ അലയാൻ വിടും. അതല്ലേ, ആരും ഇല്ല അവർക്ക്. അതൊക്കെയാണ് ആരാധനയുടെ വിഷയമെന്ന് പറയണത്. കർത്താവ് എപ്പോഴും പറയുമ്പോൾ ഒന്നെന്ന് പറയുവേ. കർത്താവിന് 9ഉം 99ഉം 1 എല്ലാം ഒരുപോലെയാണ്. മനുഷ്യന് അങ്ങനെയല്ല.
കർത്താവ് ഒരു ചുല്ലിക്കാശ് പോയാൽ ഒരു ചുല്ലിക്കാശ് പോയെന്ന് പറയും. അത് കണ്ടുകിട്ടുകളോ അന്വേഷിക്കോ. അതാണ് ഈശോ. നീ ഒരാളല്ലേ അവിടെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവത്തിലെ എവിടെയെങ്കിലും ഇതുപോലെ കുടുംബത്തിൽ ആൾ കുറഞ്ഞതിൻ്റെ പേരിലോ ആക്രമിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമ്മുടെ കൂടെ ആളില്ലാത്തതിൻ്റെ പേരിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന പൈശാചിക ആക്രമണം നേരിടുന്ന സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ രാജ്യങ്ങളുള്ള കാരണം നമ്മൾ അവഗണിക്കപ്പെടുന്ന ആൾ കുറവാണെങ്കിൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. അങ്ങനെയുള്ള വേദനയാണ് നിനക്കുള്ളതെങ്കിൽ ഇപ്പോൾ ആരാധനയ്ക്ക് സമർപ്പിക്കുക. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ അലയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് സന്ധിപ്പ് നൽകണമേ. ഈ ആരാധന ശക്തിയാൽ സന്ധിപ്പ് നൽകണമേ. സ്തുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗന പ്രാർത്ഥനയുടെ സമയമാണ് മക്കളെ. എന്തെങ്കിലും വേദന അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാൻ വിട്ടുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സാക്ഷ്യം പറഞ്ഞുള്ള അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മ തീർച്ചയായിട്ടും യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് കാനായിലെ കല്യാണത്തിൽ വെള്ളം അമ്മ ഈശോനോട് ആവശ്യപ്പെട്ടത്. അവർക്ക് വീഞ്ഞില്ലെന്ന്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് അമ്മയോട് പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അമ്മ അടയാളം കാണിക്കും, അമ്മ മാധ്യസ്ഥം വഹിക്കും. ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഇപ്പം ചില മക്കൾ ദുർനടപ്പുകാരുണ്ടാകും. ഇപ്പം കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സുകാർ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ആനയ്ക്ക് വേണ്ടി കരയാൻ പോയവരും ആ സാഹചര്യം കണ്ടില്ല. മനുഷ്യന്മാരുടെ ഒരു രീതിയാണ് ഞാൻ പറയണത്. കൂടുതൽ ലൈക്ക് കിട്ടണ എന്തിനാണ്, കൂടുതൽ ഷെയർ കിട്ടണ എന്തിനാണെന്നാണ് ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. മൂല്യമെന്ന് പറയണത് അവനവൻ തന്നെയാണ്, ദൈവം. അല്ലാതെ അപ്പം അങ്ങനെ ഒരു അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശ്വാസ ജാഗ്രതയുണ്ടാകണമെന്നാണ് ആരാധനയെ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേദനിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പം മൗനമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സമാപന ആശീർവാദം സ്വീകരിക്കാം. 2 കരങ്ങളും ഉയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് യേശുവിടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ
കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ലിഖിത NX. ഇതെൻ്റെ ഹസ്ബൻഡാണ് ആൻ്റണി ജയൻ. ഞങ്ങൾ പെരുമ്പടപ്പ് സാന്താക്രൂസ് ഇടവക അംഗമാണ്. ഞങ്ങൾ 2025 ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഫസ്റ്റ് ഞങ്ങൾ പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്നൊരു നടുവേദന ഉണ്ടാകുന്നു. ഈ നടുവേദനയെ തുടർന്ന് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറയുന്നു നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം അവർ എന്നെ ഗ്യാസ്ട്രോ സർജൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നു. അവിടെ വെച്ചാണ് ഡോക്ടർ എന്നോട് കാര്യം പറയുന്നത്. നടുവേദന വന്നു, അതിനുശേഷം സ്കാൻ ചെയ്തു, നിങ്ങളുടെ ലിവറിൽ ഒരു സിസ്റ്റ് ഉണ്ട്. ഇതൊരു സിമ്പിൾ സിസ്റ്റ് അല്ല. ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു കോംപ്ലക്സ് സെപ്പാറ്റിക് സിസ്റ്റാണ്. അതായത് ഇത് അറകളായിട്ടാണ്. ഈ അറയുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഫർദർ സ്റ്റഡീസ് ചെയ്യണം. അതിനുവേണ്ടി ഒരു CTO MRIയോ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്കൊരു ഡേറ്റ് തന്നു. ഈ ഡേറ്റിൽ നിങ്ങൾ CT ചെയ്തിട്ട് വരണമെന്ന് എന്നോട് പറയുവാണ്. അപ്പോഴേക്കും ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇത് വെള്ളം കുടിച്ചാൽ മാറുമോ, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്താലോ, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇത് മാറാൻ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതങ്ങനെയൊന്നും മാറുന്ന സിസ്റ്റം അല്ലടോ, ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല, ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ CT എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുന്നു. അപ്പോൾ അന്ന് മുതൽ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം മെഡിസിൻ പോലെ ഞാൻ പുരട്ടുമായിരുന്നു. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ എടുത്ത് പുരട്ടും. ഇത് പുരട്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് പറയും, ഇത് അടർത്തി കളയണേ പരിശുദ്ധ അമ്മേ, എൻ്റെ ലിവറിൽ നിന്ന് ഇത് അടർത്തി കളയണം. ഞാൻ എത്ര നാളായി ഈ ഒരു ഭാരവുമായിട്ട് നടക്കേണ്ടത്? 6 months ഫോളോ അപ്പ് ചെയ്ത് ഇത് വളരുന്നുണ്ടോ എന്ന് നോക്കി, അത് വളരുന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് ഇതെങ്ങനെ ഞാൻ ഈ ഒരു ടെൻഷനുമായിട്ട് മുന്നേറണ്ടേ എന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ CTയുടെ ഡേറ്റ് എടുത്തു. CTയുടെ ഡേറ്റിൻ്റെ തലേ ദിവസം ഞാനിവിടെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു, എനിക്ക് ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് തോന്നണത് പരിശുദ്ധ അമ്മേനെ നേരിട്ട് കാണാം, പരിശുദ്ധമ്മയോട് നേരിട്ട് സങ്കടം പറയാം എന്നാണ് എൻ്റെ മനസ്സിലെ ഫീലിങ്. അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുക ഞാൻ പരിശുദ്ധ അമ്മേനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു, 2 കവളത്ത് ഉമ്മ കൊടുക്കണു. എന്നിട്ട് ഞാൻ അമ്മയോട് പറയുകയാണ്, കണ്ടില്ലേ എൻ്റെ ലിവറിൽ സിസ്റ്റ് ഉണ്ട്, ഇത് അടർത്തി കളയണം, ഇനി പോകുമ്പോൾ ഇത് ഉണ്ടാവരുത്, ഇനി CT കഴിഞ്ഞ് റിപ്പോർട്ടുമായിട്ട് പോകുമ്പോൾ ഇത് ഉണ്ടാവരുത്, ഇത് അടർത്തി മാറ്റണം, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സങ്കടം കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കുറേ ഉമ്മ കൊടുത്തു. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ CTക്ക് പോയി. CT സ്കാൻ കഴിഞ്ഞു. പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടുമായി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി റൂമിൽ കയറുകയാണ്. ഡോക്ടർ ആദ്യം പഴയ റിപ്പോർട്ട് നോക്കി, എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഈ സിസ്റ്റ് ഇത്രയുണ്ട്, ഇത് വളർന്നതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാം, സർജറി കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും, ലിവറിലല്ലേ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പുതിയ CT സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കി. CT സ്കാനിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറയുക, ഇതൊരു മിറാക്കിൾ തന്നെയാണ് കേട്ടോ, അങ്ങനൊരു സിസ്റ്റ് CT സ്കാനിൽ കാണുന്നില്ല, അങ്ങനെ ഒരു സിസ്റ്റ് ഇതിനകത്തില്ല, പണ്ട് നിങ്ങൾ കണ്ട സിസ്റ്റ് ഇതിനകത്തില്ല എന്ന് ഡോക്ടർ നമ്മളോട് പറയുകയാണ്. ഞങ്ങൾക്കും വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ഈ കാശ് രൂപം ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതുണ്ട്, എപ്പോഴും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സാക്ഷ്യം. ഞങ്ങൾ ഉടമ്പടി എടുക്കാനും ഒരു കാരണമുണ്ടായി.
എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വിശ്വാസിയായ മകനെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയത് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കൊന്ത ചൊല്ലുമ്പോഴും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ എന്നോട് പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. മനസ്സിൽ പരിശുദ്ധ അമ്മേനോട് സങ്കടം പറഞ്ഞാലും ഞാനതൊന്നും സ്റ്റോപ്പ് ചെയ്യാറില്ല, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, അമ്മയോട് എപ്പോഴും സങ്കടം പറയും, വിഷമങ്ങൾ പറയും, ആഗ്രഹങ്ങൾ പറയും. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, ഒരു ട്യൂഷൻ സെൻ്ററാണ്. അപ്പോൾ എനിക്ക് 6 മണിക്ക് എനിക്ക് ട്യൂഷൻ തുടങ്ങും. +1 +2ൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ മോർണിംഗ് എണീറ്റ് കിച്ചണിലെ പണികളൊക്കെ തീർത്ത് ആയിട്ടാണ് ഞാൻ 6 മണിക്ക് അവർക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ എണീറ്റു കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിളി കേട്ടു, ലിഖിത ലിഖിത എന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പം ഞാൻ കരുതി ആരാണ് എന്നെ വെളുപ്പിനെ വിളിക്കുന്നത്, ആരും എണീറ്റിട്ടില്ല. ആ സമയത്ത് ആരും തന്നെ എണീറ്റിട്ടില്ല. പിന്നെ ആരാണ്? അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, ഹസ്ബൻഡാണല്ലോ ആ വിളിച്ചത് എന്ന് കരുതി ഞാൻ ഓടി മേളിൽ കയറി. റൂം തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ബാലൻസ് പോയതാണ്. ബാലൻസ് പോയി, ഞാൻ എണീറ്റപ്പോഴേക്കും എൻ്റെ ബാലൻസ് പോയി, ഞാൻ വീണു, തല മുഴുവൻ പൊട്ടി ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ആ മേളിൽ നിന്ന് പരിശുദ്ധ അമ്മേനെ പിടിച്ച് തന്നെ ഞാൻ ആ മേളിൽ നിന്ന് എങ്ങനെ താഴെ ഇറക്കിയെന്ന്, കാരണം ആൾക്ക് ഒരു തരി ബാലൻസ് ഇല്ല. താഴെ ഇറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞത്, ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ല, ഇയർ ബാലൻസിന് അതങ്ങനെ വരും, ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും തരാനില്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ച ഹസ്ബൻഡിന് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ, ടോയ്ലറ്റിൽ പോകണമെങ്കിലും ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും അങ്കിളും അവർ ഉടമ്പടി എടുത്തതാണ്. അവർ ഞങ്ങളെ വന്ന് കാണുന്നു, കണ്ടതിന് ശേഷം പറയുന്നു, മക്കളെ നിങ്ങളിങ്ങനെ ജീവിച്ചാൽ പോരാ, നിങ്ങൾ പോയി മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം, അങ്ങനെ ഉടമ്പടി ജീവിതമായിരിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുന്നു. ആൻറ്റി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ഹസ്ബൻഡിന് പുരട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഹസ്ബൻഡ് റിക്കവറായി വരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഹസ്ബൻഡ് എണീറ്റതിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഞങ്ങൾ 2 പേരും കൂടി കേൾക്കാൻ തുടങ്ങി, ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. പിന്നീടുള്ള ഞങ്ങളുടെ വിശ്വാസം അതുപോലെ പറയാൻ വേണ്ടുമായി. അതിനുശേഷം ഞങ്ങൾ ഓരോ മാസവും ഇവിടെ വരും, എല്ലാ മാസവും വരുമായിരുന്നു, പേപ്പർ വാങ്ങും. വെളുപ്പിനെ തന്നെ ഞങ്ങളൊരു ട്യൂഷൻ കഴിയണ ആ സമയത്ത് വണ്ടിയുമായി ഇറങ്ങി ഞങ്ങൾ 2 പേരും കൂടി പത്രം കൊടുക്കും. ഞങ്ങളുടെ മുന്നിൽ കാണുന്നവരോടൊക്കെ ഞങ്ങൾ പറയും, കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഞങ്ങളുടെ മുന്നിൽ കാണുന്നവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെയും ഹസ്ബൻഡിന് അങ്ങനെ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. വണ്ടി ഓടിക്കും, കാർ ഓടിക്കും, ഇതൊന്നും ഓടിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ജോലിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടിയാണ് പോണത്. പിന്നീട് ഞങ്ങൾക്കുണ്ടായത് ഒരു വലിയൊരു സാക്ഷ്യം, എനിക്ക് എപ്പോഴും അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വയറിൽ എരിഞ്ഞ് കത്തുന്നത് പോലെയുള്ള അവസ്ഥയാണ്, ബേണിംഗ് ആണ്. അപ്പോൾ അതേ തുടർന്ന് എപ്പോഴും ഇങ്ങനെ എന്ത് ഫുഡ് കഴിച്ചാലും ഇങ്ങനെ ഛർദ്ദിക്കും, അല്ലെങ്കിൽ പൊളിച്ചത് കിട്ടി വരും. ഇതായിരുന്നു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്കിവിടെ വരുമ്പോൾ മാതാവിനെ നേരിട്ട് കാണുന്നൊരു ഫീലിംഗാണ്. എനിക്കിവിടെ വരുമ്പോൾ തോന്നുന്നത് പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു. ആദ്യം ഞാൻ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ അങ്ങ് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മം കൊടുക്കും. അതാണ് എനിക്കെപ്പോഴും, ഇപ്പം എൻ്റെ സങ്കടം വരുമ്പോഴൊക്കെ ഇവിടെ വരും. ഇതാണ് എൻ്റെ എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അമ്മയോട് ഞാൻ പറയുകയാണ്, എനിക്ക് പറ്റണില്ല, ഈ ഭാരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല. 24 hours ഉറങ്ങുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട്, ഈ ബേണിങ് ഇല്ലാതിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഫുള്ള് എനിക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വയറ്. എനിക്ക് പറ്റണില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനി വന്ന് ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റായ സമയത്ത് ഗ്യാസ്ട്രോ സർജൻ വന്നിട്ട് എന്നോട് പറയുന്നു, എന്തായാലും നിങ്ങൾ അഡ്മിറ്റ് ആയതല്ലേ, നമുക്ക് ആ എൻഡോസ്കോപ്പിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു, ബയോപ്സിക്ക് എടുത്തു, ബയോപ്സിയുടെയൊക്കെ റിസൾട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ആ കരഞ്ഞ് പറഞ്ഞ് പോയ അന്ന് മുതൽ എനിക്ക് ആ പ്രയാസം ഇല്ല. കാരണം ഉറങ്ങുമ്പോൾ മാത്രമാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നത്. പക്ഷെ അമ്മയുടെ അടുത്ത് വന്ന് പോയതിന് ശേഷം എനിക്ക് ആ പ്രയാസം ഇല്ല. പക്ഷേ എനിക്കൊരു തെളിവ് കൂടി കിട്ടി. കാരണം പരിശുദ്ധ അമ്മ എനിക്കൊരു തെളിവ് കൂടി തന്നു. എന്ത്? ആ എൻഡോസ്കോപ്പി ചെയ്ത് നിനക്കൊന്നുമില്ല എന്നുള്ളൊരു തെളിവ് കൂടി എനിക്ക് തന്നു. എനിക്കറിയില്ല എത്രമാത്രമാണ് മാതാവിൻ്റെ സ്നേഹമെന്ന്
അത്രത്തോളം ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ മധ്യസ്ഥയാഴ്ച പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ കടബാധ്യതകളൊക്കെ മാറ്റാനുള്ള സൊല്യൂഷൻസും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊക്കെ തെളിയിച്ച് കാണിച്ചു തന്നു. അങ്ങനെ കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിച്ചു. പിന്നെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു വിശ്വാസീനെ കല്യാണം കഴിക്കണമെന്നുള്ളത്. എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ഹസ്ബൻഡും നല്ലൊരു വിശ്വാസിയായി. ഞങ്ങൾ ഒരുമിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു, നമ്മുടെ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതല്ലേ, അപ്പോൾ അവിടുത്തെ പിള്ളേരെ പോയി നമുക്ക് കുറച്ച് നേരം പഠിപ്പിക്കാം, അവിടെ പോയി കുറച്ച് നേരം ട്യൂഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ടും നമ്മൾക്ക് ആരാണോ വിശക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ കടന്നു ചെല്ലുന്നിടത്തൊക്കെ നമ്മളുടെ അനുഭവസാക്ഷ്യം പറയാറുണ്ട്. ഉടമ്പടി എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്താണെങ്കിലും ഒരാൾക്ക് വയ്യാതെ വന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ലേപനം ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കറിയില്ല ഇങ്ങനെ ഈ അൾത്താരയിൽ കയറി വന്ന് ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്ക് അനേകായിരം നന്ദിയാണ് പറയുന്നത്. തിരുക്കുമാരനും ഞങ്ങളുടെ അനേകായിരം നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ നേടിത്തന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ മൂക്കുന്നൂർ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഈ കൃപാസന മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. ഞങ്ങൾക്ക് പിള്ളേരൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ 2019 ഞങ്ങളുടെ കല്യാണം നടന്നത്. കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസം നാട്ടിലുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തായിരുന്നു ജോലി. അവിടെ നിന്ന് ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. അത് സ്റ്റക്കായി. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ കൊറോണ കഴിഞ്ഞ് വീണ്ടും ലീവിന് വന്നു. ഈ ലീവിന് വന്ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ എന്നോട് അമ്മ പറയായിരുന്നു, മോനെ കല്യാണം കഴിഞ്ഞ മക്കളൊന്നും ഇല്ലല്ലോ, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്ക്, അവിടെ ഉടമ്പടി എടുക്ക്. അപ്പം ഞാനിവിടെ എനിക്ക് യാതൊരു ഇഷ്ടം ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊന്നും യാതൊരു താല്പര്യം ഉണ്ടായില്ല. ഇങ്ങനത്തെ കാര്യങ്ങളോട് പറയണത് കേൾക്കാനൊന്നും. ഞാനങ്ങനെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നു, തിരിച്ചു പോയി. 2ാമത്തെ പ്രാവശ്യം വന്നു, വീണ്ടും തിരിച്ചു പോയി. 3ാമത്തെ പ്രാവശ്യം വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിൽ നിന്നു. എനിക്ക് യാതൊരു രീതിയിലും ഒരു പിള്ളേരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള തർക്കങ്ങൾ എല്ലാമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. യൂട്യൂബിൽ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങൾ ഓർഫനേജുകളിലേക്ക് പോയിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കുറേ ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടിയും കുറേ ഡോക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്ന അതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾ ചെക്കപ്പിന് പോയിരുന്നു, കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF വേണമെന്നാണ് പറഞ്ഞത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും IVFനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. IVF ചെയ്യുന്നത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF ചെയ്താൽ നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, നിങ്ങൾ കൗണ്ട് കുറവാണ്, ആ ഒരു പ്രശ്നങ്ങളാണ്, ഇവർക്ക് പീരീഡ്സ് നോർമലല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃപാസന മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുന്നതും. അതിന് വെളുപ്പിന് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാ നൊവേനയും പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവഹിതം എന്ന പോലെ 2024 ഞങ്ങൾക്ക് ഒരു ഇവള് പ്രഗ്നൻ്റാണെന്ന് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത്, മാതാവേ യാതൊരു ആപത്തും വരാതെ ഞങ്ങൾ കുഞ്ഞിനെ കാത്തു പരിപാലിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷി എഴുതിയിട്ടു. കുഞ്ഞിനെ കൊന്ന് സാക്ഷി വന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. ജൂണിൽ തിരിച്ചു വന്ന് ഞാൻ ജനുവരി 16 ഇവള് ഡെലിവറിയായി. ഇവൾക്ക് ഒരു പെൺകുഞ്ഞ് സുഖപ്രസവമായിരുന്നു. യാതൊരു ആപത്തിനും കാത്തു പരിപാലിച്ചതിന് മാതാവിനൊത്തിരി നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനിയൻ്റെ വൈഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനിയൻ്റെ വൈഫിനും കുഞ്ഞിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു ആപത്തും വരാതെ, അവൾക്കും സിസേറിയനായിരുന്നു, എന്നാൽ കുഞ്ഞിന് കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ എൻ്റെ അപ്പച്ചന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് അപ്പച്ചന് ഒരു വീണിട്ട് ആക്സിഡൻറ്റ്, ഒരു എല്ല് ഫ്രാക്ചറായി. അനിയൻ്റെ വൈഫ് ഡെലിവറി ആയിരുന്ന അതേ സമയത്താണ് എൻ്റെ അപ്പച്ചനും ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. 2 പേരും ഹോസ്പിറ്റലായിരുന്നു. ഞാനാണ് അപ്പച്ചൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്.
മാതാവിൻ്റെ തൈലും അപ്പച്ചൻ്റെ കാലും പറ്റി അപ്പച്ചന് ഓപ്പറേഷൻ വിട്ടു. ഉടമ്പടി തൈലം എടുത്ത് പരട്ടി അപ്പച്ചൻ്റെയും നല്ലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കാല് നടക്കാനും കർത്താവെ നടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞേക്കാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പച്ചനും യാതൊരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും പള്ളി മുടങ്ങാതെ പോകുന്നു. അപ്പച്ചൻ സുഖമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രത്യേകം വേറൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വീട് പണി വേണമെന്ന്. അതും എൻ്റെ മാതാവ് സാധിച്ചു തന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം. കൃപാസന മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും വൈഫും കൂടി ഓർഫനേജുകളിൽ പോകും. ആകാശപ്രഭ എന്ന ഓർഫനേജിൽ അവിടെ പോയി അവരായിട്ട് കുറേ സമയം സംസാരിക്കും, അവിടെ ചിലവഴിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി കൃപാസന പത്രം എല്ലായിടത്തും കൊടുക്കും, പ്രാർത്ഥിക്കും. ബസ് സ്റ്റാൻഡുകളിൽ എന്നെ ഉടമ്പടി പത്രം ഞാൻ കൊണ്ടുതരുന്ന എല്ലായിടത്തും എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് വേറെ ഒരു പണിയില്ല, കൃപാസന പത്രത്തിലും കൊണ്ട് ഡെലിവറി നിനക്ക് നാണമില്ല എന്ന് ചോദിച്ചാൽ എന്നെ എല്ലാം കളിയാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പലരും മുമ്പിൽ നാണം കെട്ടുമായാലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഒരു വിശ്വാസം ഞാൻ മറ്റുള്ളവരെ അറിയിച്ച് ഉടമ്പടി കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിന് മറ്റുള്ളവർ കൃപാസനത്തിൽ പോകുന്നത് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ അന്നും മാതാവിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി ഇന്ന് ഇവിടെ സാക്ഷി പറയാൻ വന്നു. ഒത്തിരി നന്ദി പറയുന്നു മാതാവിന്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഉടമ്പടി മുടങ്ങിപ്പോയി. പിന്നെ 5ാം ഉടമ്പടി പുതുക്കലിലാണ് എനിക്ക് എൻ്റെ കാര്യം നടന്നത്. അത് ഓരോ ഉടമ്പടി പുതുക്കുന്തോറും എല്ലാ കാര്യം നടക്കാമെന്ന് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ട്, ഓരോ പൈശാചിക പീഡകളായിരുന്നു. പിന്നെ 5ാം ഉടമ്പടി എടുത്തപ്പോഴത്തെ ഞാൻ ഈ പ്രാവശ്യം കർശനമായി മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇത് വേണം, എനിക്ക് നീ തരണം. അത് കാരണം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വൈഫിന് ഞാൻ മാതാവിൻ്റെ തേൻ കൊടുത്തായിരുന്നു. ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടി തൈലം അവളുടെ വയറിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് മാതാവിൻ്റെ തേൻ കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാത്തിനും അമ്മമായ ഈശോയെ നന്ദി പറയുന്നു.